ലെമൺ റൈസ്, ചെട്ടിനാട് സ്റ്റൈൽ ഫിഷ് ഫ്രൈ, മട്ടൺ ചുക്ക, ചെട്ടിനാട് ചിക്കൻ കുളമ്പ്, പച്ച കളറിലെ മുള്ളരി, അത്തരത്തിലാണ് ഈ മുരൽ ഫിഷ് ഇരിക്കുന്നത്. ഫേമസ് ഫോർ നോൺ വെജ് ഫുഡ്. പട്ട, ഏലക്ക, കൽപ്പാസി. ചേച്ചിയാണ് ഇവിടുത്തെ ചെട്ടിനാട് ഷെഫ്. ഇതെങ്ങനെ കഴിക്കും എന്നുള്ളതാണ്, കടിച്ച് പറിച്ച് കഴിക്കേണ്ടി വരും. നാമം ജപിച്ചു നമസ്കരിക്കുമ്പോൾ അരികത്തു നിൽക്കുന്നതായും തോന്നും. കൊല്ലമല എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇഷ്ടപ്പെട്ടില്ലാതെ പറയുള്ളൂ. ഞാൻ ചമ്മി കഴിച്ച് രാവിലെ ഞാൻ വിട്ടു പുല്ല് പോടാ അവിടുന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേടി? നിനക്ക് ഇഷ്ടപ്പെട്ടു? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. കൊള്ളിമല ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാവർക്കും. ഋഷിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കൊള്ളിമലയിൽ നിന്ന് നമ്മൾ ചെട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ചെട്ടിനാട് എവിടെയാണ്? ചെട്ടിനാട് ചെട്ടിനാട്. ഇന്ന് മൊത്തം പണി വാളി കിടക്കുകയാണ് സ്കൂളില്. ഹലോ ഗായ്സ്, ഹലോ. അപ്പൊ നമ്മൾ കൊള്ളിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളിമലയിൽ നിന്നും പകുതി ഇപ്പൊ 40 ഹെയർ പിൻ എന്തോ ആയി. കൊള്ളിമലയിൽ നമ്മൾ താഴെ ചെട്ടിനാടല്ല, താഴെ തിരിച്ചു വഴി ഏതൊക്കെയോ വഴി കാരൈക്കുടി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ടെക് ട്രാവലിന്റെ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ഈ ബസ് ഉണ്ടല്ലോടാ, എത്ര കഷ്ടപ്പെട്ടാന്നറിയാ പുള്ളി. ഡ്രൈവർ ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. സമ്മതിക്കണം, ഒരു രക്ഷയില്ല. വളച്ച് തിരിച്ചെടുത്ത് അടിപൊളിയായിട്ടാണ് പുള്ളി കൊണ്ടുവരുന്നത്. ഒരു രക്ഷയില്ല. ഈ ബസ് ഇങ്ങനെ ഈ ഒരു ഹെയർ പിൻ കർവിലൂടെ പോകാനായിട്ട് എന്ത് ഭംഗിയാന്നറിയോ ഇത് കാണാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ആ കൊന്നപ്പൂ പോലത്തെ ഒരു പൂ, കൊന്നപ്പൂ തന്നെയാണ്. കൊന്നപ്പൂവുണ്ട്. പിന്നെ അതിനിടയ്ക്ക് പിന്നെ നീല കളറിലെ വേറെന്തോ പൂവുണ്ട്. അതിനിടയ്ക്കൂടെ ഈ 70 ഹെയർ പിൻ കർവുകള്. പുള്ളി എത്ര തവണ ക്ലച്ച് ആയിട്ട് ഗിയർ മാറേണ്ടി വരും എനിക്ക് തന്നെ അറിയത്തില്ല. ഇത്രയും ഹെയർ പിൻ കർവുകളൊക്കെ കടന്ന് ഈ കാണുന്ന റോഡിലൂടെ ബസ് ഓടിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത്രയ്ക്ക് പരിപാടിയാണ് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് നാമക്കൽ എന്നൊക്കെ ഈ കൊല്ലിമല കയറാനായിട്ട് ബസ്സിലൊക്കെ വരാം. സേലത്തു നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകൾ അവൈലബിൾ ആണ്. നാമക്കൽ നിന്ന് അവൈലബിൾ ആണ്. അങ്ങനെ ബസ്സിലും നിങ്ങൾക്ക് വരാം. നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? നാമക്കൽ തന്നെയാണോ? ഓക്കെ. നമ്മൾ അങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തൊന്നും കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് നാമക്കൽ ടൗണിൽ പോയാലേ എന്തെങ്കിലും നല്ല ഫുഡൊക്കെ കിട്ടുകയുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സമയം ഇപ്പോൾ 3 മണിയായി ഓൾറെഡി. ഇവിടെ ഇറങ്ങി വരുമ്പോഴും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. അതായത് മൊത്തം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടതിനപ്പുറമാണ്. അതായത് എവിടെ നോക്കിയാലും കൃഷിയാണ്. തെങ്ങും കവുങ്ങും വാഴയും ഒക്കെ ആയിട്ട് അടിപൊളി. ശരിക്കും തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ജില്ലകൾ എനിക്ക് തോന്നി നാമക്കൽ, തഞ്ചാവൂര് ഈ ഭാഗമൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര കിടിലം പച്ചപ്പും കൃഷിസ്ഥലങ്ങളും അടിപൊളിയാണ് ആ കാര്യത്തിൽ തമിഴ്നാട്. ഞാനൊരു ചെറിയൊരു പവർ നാപ്പ് എല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കിനും അബി വണ്ടി ഓടിച്ച് എവിടെയോ എത്തിപ്പിച്ചു. ഞാൻ ചെറിയൊരു ഉറക്കം വാങ്ങിയതാണ്. പക്ഷെ ഒത്തിരി നേരം ഉറങ്ങിയോളാം ഇല്ലല്ലോ. ചെറിയൊരു പവർ നാപ്പ്, അത്രേ ഉള്ളൂ. ബാക്കിലൊരാളുണ്ട് ഫുൾ ടൈം പവർ നാപ്പാ. 2 പേരും പവർ നാപ്പാന്ന് തോന്നുന്നു അല്ലേ? ഫുൾ ടൈം അത് തന്നെയാ 2 പേരും. അങ്ങനെ നമ്മള് ട്രിച്ചിയിൽ വന്നിട്ട് നമ്മൾ വീണ്ടും കാവേരി നദി. ഇത് രക്ഷയില്ല. ഇവിടെ 2 ബ്രാഞ്ചായിട്ടാണ് നദി പോകുന്നത്. ഇതിന് നടുക്കൊരു ഐലൻഡ് ഒക്കെ ഉണ്ട്. ട്രെയിൻ ഉണ്ടോ? എവിടെ നോക്കണേ, അവിടെ ട്രെയിൻ ഉണ്ടാവും കേട്ടോ. ഇവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയ ഒരു പമ്പില് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ മൂഡ് പോയി. അല്ല പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് എടുത്തിട്ട് ഒന്ന് വണ്ടി ഓടിച്ച് കുറച്ചൊരു 10 കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂഡ് പോകില്ലേ. ഇനിയിപ്പോ ഞാൻ പറയാതിരിക്കാം, അവരോടിച്ചോളും. ഏത് വണ്ടിയാടാ? നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാടാ? ആ അതെ. നേരത്തെ കണ്ട വണ്ടിയാ. അങ്ങനെ നമ്മൾ ചെട്ടിനാടെത്തി. ഈ റെയിൽവേ ക്രോസ് കടന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലുമായി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് വിശാലം. ഒരു സെക്യൂരിറ്റി ചേട്ടൻ നമുക്ക് ഗേറ്റ് തുറന്ന് തന്നിരിക്കുകയാണ്. ഓ ഇത് പൊളിച്ചല്ലോ, ഇത് അടിപൊളിയല്ലേ. നമ്മൾ കൊള്ളിമല എല്ലാം കറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ലേറ്റായി, താമസിച്ചു അല്ലേ. നല്ല ക്ഷീണമായി. ഒരാൾ അവിടെ ആരോ കണ്ട് വെക്കുന്നുണ്ട് പോയിട്ട്. ഇതെന്താ?
giving you fresh vibrations, removing negative things. Make me feel good. Thank you so much. Thank you. Thank you so much. വാങ്ങിച്ചോ? ദയവിട്ട് എനിക്ക് വാങ്ങിക്കടാ, ഇവിടെ വാങ്ങിക്കടാ. അപ്പായിട്ട് തരാം, ബാ. ആ, എന്നാ പോട്ടെ. വിശ്വാനൊക്കെ എന്താ വീട്ടില്? വള. വളയോ? കുപ്പിവള. അടിപൊളി. ഇതുണ്ടോ? നൈസ്. ഇവിടെ നിൽക്കേ, ഫോട്ടോ എടുക്കട്ടെ? ഫോട്ടോ എടുക്കട്ടെ? ഞങ്ങൾ ഇടാൻ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് താമസിച്ചല്ലേ ഞങ്ങൾ ഇടുകയുള്ളൂ അല്ലേ? നമ്മൾ പൂമാല ഇടണമെങ്കിലും ബാക്കിയുള്ള പരിപാടിക്കെല്ലാം താങ്ക് യു ഇച്ചിരി താമസിച്ചേ നമ്മൾ ഇടുകയുള്ളൂ. അയ്യോ, ഇതാരാ? ചെട്ടിയാരാണോ? ഋഷി ചെട്ടിയാരാണോ? ഋഷി ചെട്ടിയാർ. അതാ നമ്മുടെ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ. വാ, യെസ്. ചെട്ടിനാടെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചെട്ടിനാട് മാൻഷൻസിന്റെ പേര് കേട്ട സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. ചെട്ടിനാടെന്ന് പറയുന്നത് ശരിക്കും ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ചെട്ടിനാട്. ഇവിടെ നിന്ന് ഇവർ പല രാജ്യങ്ങളിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ, ഈവൻ കേരളത്തിൽ പോലും ചെട്ടിയാർ ഫാമിലിയിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇവർ പണ്ട് കാലത്ത് 90s 19-20 നൂറ്റാണ്ടിലൊക്കെ ഇവർ പല രാജ്യങ്ങളിലേക്ക്, ശ്രീലങ്ക, അമേരിക്ക, അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിരുന്നു. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയ സമയത്ത് ഇവരുടെ ഭക്ഷണ വിഭവങ്ങളും അങ്ങനെയാണ് ശരിക്കും ചെട്ടിനാട് ഫുഡ് വരെ ഭയങ്കര ഫേമസ് ആയത്. ഈ ചെട്ടിനാടെന്ന് പറയുന്നത് ഈ കരായിക്കുടി എന്ന് പറയുന്ന ഇവിടുത്തെ ഈ പട്ടണവും അതേപോലെ തന്നെ ശിവഗംഗ ജില്ലയിലെ 56 വില്ലേജുകളും അതേപോലെ പുതുക്കോട്ടை ജില്ലയിലെ 20 വില്ലേജുകളും ചേർന്ന ഒരു പ്രദേശത്തെയാണ് ചെട്ടിനാടെന്ന് പറയുന്നത്. ഈ ചെട്ടിനാട് ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മാൻഷൻസ് ആണ് ഇവിടുത്തെ മെയിൻ സംഭവം. അതായത് വലിയ വീടുകൾ. കാരണം ഇവർ ഭയങ്കര റിച്ച് ആയിരുന്നു. ഈ ചെട്ടിയാർ ഫാമിലിയിലെ ആളുകൾ ഭയങ്കര റിച്ച് ആയിരുന്നു. അപ്പോൾ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇവരുടെ റിച്ച്നെസ് കാണിക്കാൻ വേണ്ടി ഇവർ ഇപ്പോൾ ബർമീസ് കേക്ക്, ജാപ്പനീസ് സ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ നാട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് വെച്ചിട്ട് ഇവരുടെ വീടെന്ന് പറയുന്നത് വലിയ മാൻഷൻ, വലിയ മാളിക, സൗധം, ചെട്ടിനാട് സൗധം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ആക്കി മാറ്റുന്നതായിരുന്നു ഇവരുടെ മെയിൻ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നൂറുകണക്കിന് മാൻഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ മാൻഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ നാലുകെട്ടൊക്കെ പോലെ തന്നെ നടുക്ക് ഇതേപോലെ വലിയൊരു നടുത്തളം ഉണ്ടാവും. ഈ നടുത്തളത്തിൽ നിന്ന് നമുക്ക് മേളിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ഈ നടുത്തളത്തിന് ചുറ്റുമായിട്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മുറികളും ഇവരുടെ മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഇവിടെ ഇത് ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു മാൻഷനായിരുന്നു. അത് കൺവേർട്ട് ചെയ്ത് അവർ ഹോട്ടലാക്കി മാറ്റിയതാണ്. ഈ വിശാലം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു മാൻഷൻ രാമനാഥൻ ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു ചെട്ടിയാർ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായിട്ടുള്ള വിശാലാക്ഷി എന്ന് പറയുന്ന ആൾക്ക് നിർമ്മിച്ച അവർക്ക് കൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു മാൻഷനാണ്. എന്താ അല്ലേ? എൻ്റെ മൂത്ത മോൾക്ക് വരണം, ഇളയ മോക്ക് വരണം, മറ്റൊക്കെ വേറെതൊക്കെ പറയുന്നത് എന്താ അല്ലേ, ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ അത്തരത്തിൽ നിർമ്മിച്ച ഒരു മാൻഷനാണിത്. അപ്പോൾ ഇത് ലേറ്റർ CG എടുത്തിട്ട് അവർ ശരിക്കും വലിയ മോഡിഫിക്കേഷൻസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പഴയ പല സാധനങ്ങളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കേതായാലും നമ്മുടെ റൂമിലേക്ക് പോകാം. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇടത് വശത്തായിട്ട് നമുക്ക് ബാത്റൂമും വലത് വശത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമാണുള്ളത്. ഈ ബാത്റൂമിലേക്ക് വരുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ഡിഫറെൻറ്റ്. അതായത് ഇവിടെ താഴെ നിങ്ങൾക്ക് ടൈൽസ് കണ്ടോ? ഈ ടൈൽസ് എന്ന് പറയുന്നത് ആത്തൻകുടി ടൈൽസ് ആണ്. ഈ ആത്തൻകുടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ജസ്റ്റ് 10 കിലോമീറ്റർ മാത്രം ദൂരെയുള്ളൊരു സ്ഥലമാണ്. ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആണ് ഇത്. അത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. ഈ ബാത്റൂമിൽ തന്നെ നമുക്ക് കുറേയധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോട്ടലിൽ കോക്കനട്ട് ഓയിൽ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനിവിടുത്തെ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുണ്ട് തലേ തേച്ച് കുളിക്കാനായിട്ട്. കോക്കനട്ട് ഓയിൽ, പിന്നെ ബോഡി ലോഷൻ, ഹാൻഡ് വാഷ്, പിന്നെ സാനിറ്ററി ബാഗാണ് ഈ കാണുന്നത്. പേപ്പർ ബാഗ്, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് പേപ്പർ ആക്കിയിരിക്കുകയാണ്. സാനിറ്ററി ബാഗ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ കംപ്ലീറ്റ് എല്ലാ സംഭവങ്ങളും പേപ്പറാണ്. ചീപ്പ് അങ്ങനെ സാധനങ്ങളെല്ലാം പേപ്പറിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ സംഭവം ശ്രദ്ധിച്ചോ? ഈ ടവൽ ശ്രദ്ധിച്ചോ? നമ്മൾ ഇത്തരത്തിലുള്ള ടവൽസ് ഒന്നും നമുക്ക് ഒരു ഹോട്ടലിലും കാണാൻ സാധിക്കില്ല. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അവർ ആക്ച്വലി വെൽക്കം ചെയ്ത രീതി ശ്രദ്ധിച്ചില്ല. അവര് മുണ്ടെടുത്തിട്ടായിരുന്നു. അവരുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചോ? അതെ. അവരുടെ യൂണിഫോം ശ്രദ്ധിച്ചോ? അതെ. അവരുടെ യൂണിഫോം, അവർ മുണ്ടെടുത്ത രീതി, ഈവൻ ആ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടുപേരും പിന്നെ നമുക്ക് തമിഴ് സ്റ്റൈലില് ചെട്ടിനാട് സ്റ്റൈൽ, ചെട്ടിയാർ സ്റ്റൈൽ, തമിഴ് സ്റ്റൈൽ അല്ല, ചെട്ടിനാട് ചെട്ടിയാർ സ്റ്റൈൽ വെൽക്കം നമുക്ക് ചെയ്തു തന്നു. പിന്നെ അവരുടെ ആ ഒരു ആരതി പോലത്തെ സംഭവം തീയില്ല, പക്ഷെ അതിനകത്ത് എന്തൊക്കെയോ ദൃഷ്ടി പോകാൻ വേണ്ടിയുള്ള സംഭവം അത് ചെയ്തു തന്നു. സോ ഇറ്റ് വാസ് ഇംപ്രസീവ് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടില്ല. ഈ ടവൽ ഇങ്ങനത്തെ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഒരു തമിഴ് സ്റ്റൈൽ ഒരു ടവലാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു ടവലും ഫേസ് ടവലും വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ സോപ്പ്, ഷാമ്പു അങ്ങനെ സാധനങ്ങളെല്ലാവരും ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതി തന്നെയാണ് വെച്ചിരിക്കുന്നത്.
ബാത്റൂമിന് തന്നെ ഒരു മുറിയുടെ വലിപ്പമുണ്ട്. ഈ ബാത്റൂമിന്റെ വലിപ്പം തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം ഉള്ളത്. പിന്നെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്കൊരു അതിനകത്തൊരു വലിയൊരു പഴയ അലമാര വെച്ചിട്ടുണ്ട്. ആ അലമാരയിൽ ഒരു മിറർ ഉണ്ട്, അതിലാണ് നോക്കി നിന്ന് ഡ്രസ് ചെയ്യേണ്ടത്. അതും അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നോക്ക്, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പഴയ അൽമാരയാന്ന് മനസ്സിലാവും. ഇതെല്ലാം ഇവിടുത്തെ ഒരു പഴയ സംഭവങ്ങൾ അതേപോലെ യൂസ് ചെയ്തിരിക്കുകയാണ്. യെസ്, ഇതാണ് നമ്മുടെ ബെഡ്റൂം. അതിവിശാലമായ ബെഡ്റൂം ഗൈസ്, നല്ല വലിയ ബെഡ്റൂം. ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിലിൽ ഇരിക്കുന്ന ഒരു 4 പേർക്ക് കിടക്കാൻ ഈസി ആയിട്ട് അത്രയും വലിയൊരു ബെഡാണ്. പിന്നെ താഴെ ഫുൾ ശരിക്കും എനിക്ക് ഇവിടെ ചെരുപ്പിടാൻ നടക്കണം, എന്നാലും നമുക്ക് ആ ഒരു ടൈലിന്റെ ആ ഒരു തണുപ്പ് മറ്റൊക്കെ ഫീൽ ചെയ്യുള്ളൂ. നല്ല ഫ്ലോർ, ആത്തൻകുടി ടൈൽസ് ഒക്കെ ഇട്ടിട്ട് ഇറ്റ്സ് റിയലി നീറ്റ് ആൻഡ് ക്ലീൻ. ഇതാണ് ബാൽക്കണി. അവിടെ ബാൽക്കണി ഉണ്ട്, ഞാൻ നാളെ പകൽ കാണിച്ചു തരാം. പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കണ്ടോ, ഈ ക്ലോത്ത്സ്, അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ യൂണിഫോം, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളിൽ നിന്നും നെയ്ത്തുകാർ ധാരാളമുള്ള സ്ഥലമായത്. അതായത് ഇവിടെ നെയ്ത്ത് ഉണ്ട്. ഈ ചെട്ടിനാടെന്ന് പറയുന്നത് റിച്ച് ഇൻ കൾച്ചർ, റിച്ച് ഇൻ ട്രഡീഷൻ, റിച്ച് ഇൻ ഫുഡ്, ഭയങ്കര റിച്ചാണ്. ഇവിടെ ഒത്തിരി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഹാൻഡ്ലൂം ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഇതാണ്. നമ്മുടെ ആത്തൻകുടി ടൈൽസ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ചെട്ടിനാടെന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ നിർമ്മിച്ച സംഭവം സോഴ്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പല സംഭവങ്ങളുണ്ട്, എല്ലാം ഒരു വുഡൻ, നമ്മുടെ വീട്ടിലുള്ള തടിയുടെ അലമാരയും തടിയുടെ മേശ, തടിയുടെ സംഭവങ്ങൾ എല്ലാം പഴയ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോർ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് അതായത് ഡബിൾ സൈസ്, ഭയങ്കര ഹൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2 AC, 2 ഫാന്, ലൈറ്റ്, എല്ലാ സംഭവങ്ങളും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ, ഒരു പെണ്ണിന് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ കാണുമ്പോൾ. ഈ ഡ്രസ്സിംഗ് ടേബിൾ കാണുമ്പോഴല്ലോ എനിക്ക്, ഞാൻ കുഞ്ഞിലായിരുന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പഴയ വീട്ടിൽ എൻ്റെ അപ്പൂപ്പൻ്റെ പഴയ വീട്ടിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുഞ്ഞു മിററ്. നമ്മുടെ വീട്ടിലെ കോഴഞ്ചേരി വീട്ടിലുണ്ടല്ലോ ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം എല്ലാം. ഋഷിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എന്താ, ഓടിക്കളിക്കാൻ സ്ഥലം. അതായത് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അകത്തും പുറത്തുമല്ല കളിക്കാനുള്ള സ്ഥലം. എന്തായാലും ബാക്കി കാഴ്ചകൾ ഞാൻ നാളെ രാവിലെ കാണിക്കാം, നേരം വെളുത്തിട്ട്. നമുക്കിപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ ഡിന്നർ. ഇറ്റ്സ് 8:15 now. വേ ടു റെസ്റ്റോറൻറ്റ്. ഈ കാണുന്ന പടവുകൾ കയറി മുകളിലേക്ക് പോകണം റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു ഭിത്തി കണ്ടോ, ഈ ഒരു ഭിത്തി നല്ല, ഈ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഭിത്തി, ഇതെന്ത് പോളിഷ്ടാണെന്നറിയാമോ? ഇത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല, തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പോളിഷ്നെസ് നമ്മൾ എത്ര കൂട്ടിയിട്ടാലും കിട്ടില്ല. എന്താ സംഭവം അറിയാമോ? ഇത് ഒരു ടൈപ്പ് ഓഫ് മിക്സ്ഡ്, അതായത് ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനത്തെ ചുണ്ണാമ്പ് പ്ലാസ്റ്ററിങ്ങിൻ്റെ മുകളിൽ എഗ്ഗ് വൈറ്റ് വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ വെച്ചിട്ട് ഉള്ള പരിപാടിയാണ് ഇത്. അതായത് ചുണ്ണാമ്പ്, പിന്നെ പാം ജാഗറി, സീഷെൽസ്, എഗ്ഗ് വൈറ്റിൻ്റെ, അതായത് മുട്ടയുടെ തോടൊക്കെ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് ഈ ഒരു തൊട്ട് നോക്കിയില്ലേ, ഈ ഒരു അതാണ് ഈ കെട്ടിടങ്ങളുടെയൊക്കെ പ്രത്യേകത. ടൈൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു മാറ്റ് ഫിനിഷോ അങ്ങനെ എന്തൊക്കെയോ പല സംഭവങ്ങളൊക്കെയാണ് അതിന്റെ പരിപാടി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഔട്ട്ഡോർ റെസ്റ്റോറന്റ് ആണ്. ഈ ടേബിളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം പോലും ഇല്ല, ശ്രദ്ധിച്ചു? ഇല്ല, ഒന്നുമില്ല. ഫുള്ള് എല്ലാം ഈ പറഞ്ഞ പോലെ പല 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 സംഭവങ്ങളാണ്. ആ വിളക്കൊക്കെ ആണെങ്കിൽ എല്ലാം അത്തരത്തിലുള്ള സംഭവങ്ങളാണ്. ഇതിപ്പോൾ രാത്രി എനിക്ക് വിശദമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വിശന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ്, എനിക്ക് പൈനാപ്പിൾ സൂപ്പ്. പൈനാപ്പിൾ രസോ? വെറൈറ്റി ആണല്ലോ. എടാ ഇത് ഇങ്ങനെ സാധനമാണ്, ചിക്കൻ ഗ്രേവി പോലത്തെ ഒരു ടൈപ്പ് ചിക്കൻ ചാറ് പോലത്തെ സംഭവം. അതിൻ്റെ പേര് അണ്ണാച്ചി രസം എന്നാണ്. അണ്ണാച്ചി രസം, ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ സൂപ്പ്, അതാണ് ഈ സാധനം. വെജ് നോൺ വെജിൽ. ഇവരുടെയൊക്കെ യൂണിഫോം നോക്കിയേ, തനത് ആ ഒരു ടിപ്പിക്കൽ ലോക്കൽ സ്റ്റൈൽ യൂണിഫോമാണ് എല്ലാവർക്കും. കൊറിയാണ്ടർ സ്റ്റൈൽ പ്രോൺസ്, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ. വാഴക്കൊമ്പില്ലേ നമ്മുടെ, അത് വെച്ചുണ്ടാക്കിയ ഒരു കറിയാണ് ഇത്. വാഴക്കൊമ്പിന്റെ കറിയോ? വാഴക്കൊമ്പിന്റെ കറി, പിന്നെ വെജ്. അടിപൊളിയല്ലേ, കഴിച്ചു നോക്കിയത്? സൂപ്പറായിരുന്നു. ഇത് വെജ് കുർമ. ഇത് പൊടിയിട്ട സാദം, പൊടി സാദം. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഇഡ്ലി ഒരെണ്ണം. എന്താ ഹലോ
തരാമേ. നോൺ വെജിൽ നമുക്ക് മട്ടൺ കറിയുണ്ട്, ചിക്കൻ കറിയും. ஒரு பவுல் കൂടി തരീங்களா? ഞാൻ ആക്ച്വലി മട്ടൺ കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇഡ്ഡലി വിത്ത് ദാറ്റ് മട്ടൺ കറി വാസ് യമ്മി. ഈ കറി ഉണ്ടല്ലോ, ആ കറി എന്ന് പറയുന്നത് വാഴക്കൂമ്പിനകത്ത് നമ്മൾ തേനൊക്കെ എടുത്ത് കുടിക്കുന്ന ഒരു പൂവില്ലേ, ആ പൂ ഫ്രൈ ചെയ്തുണ്ടാക്കിയ ഒരു കറി. ബജ്ജി പോലെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ കറി. അത് പൊളി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡെസേർട്ടായിട്ട് കൊണ്ട് തന്നത് പൈനാപ്പിൾ അലുവ. ഗുഡ് മോർണിംഗ്. അമ്മ അവിടെ എന്ത് ചെയ്യുവാന്ന് കണ്ടോ നീ? അതിന് കോലം വരയ്ക്കാന്ന് പറയും, മനസ്സിലായോ? ഞങ്ങൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും ഇവിടെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ കോലം വരയ്ക്കുകയാണ് അവിടെ മുമ്പിൽ. ചെട്ടിനാട് മാൻഷൻ ആയതുകൊണ്ടല്ല കോലം വരയ്ക്കുന്നത്, ഇവിടെ തമിഴ്നാട്ടിലെ അവരുടെ ഒരു കൾച്ചറാണ്. എല്ലാ ദിവസവും രാവിലെ വീടിൻ്റെ മുൻഭാഗം വൃത്തിയാക്കി അവിടെ കോലം വരയ്ക്കുക എന്നുള്ളത്. കഴിയാ ഇട്ടിട്ട് ഇതെന്ത് ഫുൾ വേർത്തല്ലോ, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇവരെന്തിനാ ശരിക്കും കോലം ഇടുന്നത്? വീട്ടില് രാവിലെ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് അവര് കോലം ഇടുന്നത്. നിറങ്ങൾ ചാലിച്ചുള്ള നിറങ്ങൾ, പല നിറത്തിലുള്ള പൊടികൾ. എന്ത് അരിപ്പൊടിയാണോ അത്? അരിപ്പൊടിയാ. അരിപ്പൊടി ചിലവർ അരിപ്പൊടി ഇടും, പക്ഷെ കോലം പൊടി എന്ന് പറഞ്ഞിട്ട് കിട്ടും, വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് കോലം ഇടും അല്ലേ? അടിപൊളി, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നേ. കേട്ടാ? അയ്യോ ഋഷി ബിഗ് ബോയ് ആയല്ലേ, അത് സ്മോൾ കുട്ടികൾ സ്മോൾ ബേബീസിനുള്ളതാ. പണ്ടത്തെ വീട്ടിലൊക്കെ നമ്മള് ഇതിന്റെയൊക്കെ പ്ലാസ്റ്റിക്കാണ് ഇപ്പൊ വരുന്നത്. ഞങ്ങക്ക് രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കണ്ട, പൂള് കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പൂള് കാണാൻ വേണ്ടി വന്നിരിക്കുക. എങ്ങനെയുണ്ട് പൂള്? വെള്ളത്തിൽ പോരുത് തുടർന്ന് ഇവിടെ 7 അടി ആഴമുണ്ട്, ഇങ്ങോട്ട് വാ കേട്ടാ, പോണ്ട കേട്ടാ. ബേബി പൂൾ ഉണ്ടെങ്കിൽ അറ്റത്ത് ആ ഭാഗത്ത് കേട്ടാ, ആണെന്ന് തോന്നുന്നു. നല്ലൊരു കിട്ടിലൻ പൂൾ സൈഡ് ആംബിയൻസ്. നമുക്ക് വൈകിട്ട് വരാം പൂളില്. ഇവിടെ എല്ലാം ബൊഗൈൻവില്ലയാണ്, പല നിറത്തിലുള്ള ബൊഗൈൻവില്ല ചെടികളാണ് ഇവിടെ ഫുള്ള്. നല്ല കിട്ടിലൻ ആംബിയൻസ് കേട്ടോ. ആ ഒരു ചെട്ടനാട് മാൻഷൻ അവർ അടിപൊളിയായിട്ട് അവർ റെഡിയാക്കിയിരിക്കുകയാണ്. ഇവിടെ ഇതുപോലത്തെ ഇഷ്ടംപോലെ മാൻഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പഴയ ഒരു കാളവണ്ടിയുടെ മോഡൽ ഇവിടെയുണ്ട്. ഒരു ടിപ്പിക്കൽ ചെട്ടനാട് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഫുൾ ചെട്ടനാട് സ്റ്റൈൽ ഫുഡാണ്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ ആ ചായ സൂപ്പറായിരുന്നു, നല്ല ചായ ആയിരുന്നു. അതെ അതെ, ഇവര് ഇവിടെ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി. മാവിന്റെ ചോട്ടില് ചായക്കട. ഇന്നും ഗുരുവായൂരിൽ തൊഴുതു നിൽക്കുമ്പോൾ മുന്നിലൊരുണ്ണിയുണ്ടെന്നു തോന്നും. ഉണ്ണി പുഞ്ചിരി തൂകുന്നതായും തോന്നും. നാമം ജപിച്ചു നമസ്കരിക്കുമ്പോൾ ഹരികത്തു നിൽക്കുന്നതായും തോന്നും. ഉണ്ണി നാണം കുണുങ്ങുന്നതായും തോന്നും. ഇന്നും ഗുരുവായൂരിൽ തൊഴുതു നിൽക്കുമ്പോൾ മുന്നിലൊരുണ്ണിയുണ്ടെന്നു തോന്നും. ഉണ്ണി പുഞ്ചിരി തൂകുന്നതായും തോന്നും. ചേച്ചി അടിപൊളിയാ ചേട്ടാ. ചേട്ടന് ചേച്ചിനെ കൊണ്ടൊരു കാസറ്റ് ഇറക്കിക്കണം. കാസറ്റ് അല്ല, ഇപ്പൊ കാസറ്റ് അല്ലല്ലോ, CD ഇറക്കിപ്പിക്കണം. ഗുരുവായൂർ ഭക്തി ഗാനങ്ങൾ. പേരെന്താ ചേച്ചിയുടെ? രുക്മിണി. നിങ്ങളുടെ? ഹരി. ഇവര് ഗുരുവായൂർ എന്നുള്ള ഒരു ഫാമിലിയാണ്. ഞങ്ങൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്, ഒരു ഫാമിലി ആയിട്ട് കറങ്ങാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. നൈസ് സോങ് ഇറ്റ് ഈസ്. ഇതിപ്പോ ചെട്ടിനാട് സ്റ്റൈൽ സദ്യ ആണോ നമ്മൾ കഴിക്കാൻ പോകുന്നത്? ആണോ? ചെട്ടിനാട് സ്റ്റൈൽ സദ്യയാണ് കഴിക്കാൻ പോകുന്നത്. ഋഷിക്ക് വിലയുണ്ടോ? ഇതെന്താ ഇത്? ഓ മറ്റേ ചൗച്ചോ. ചൗച്ചോവിന്റെ കൂട്ട്. ഇത് വാഴക്ക.
വാഴയ്ക്ക എന്ന് പറയുമ്പോൾ മറ്റേ പഴം, പച്ചപ്പഴം, പച്ചപ്പഴത്തിന്റെ വറവൽ, മറ്റേ കോവയ്ക്ക, വെണ്ടയ്ക്ക മണ്ടി, വെണ്ടയ്ക്ക മണ്ടി എന്നാണ് ഈ സാധനത്തിന് പറയുന്നത്. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ കുക്കുംബർ സലാഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് കൊണ്ട് തന്നിട്ടുണ്ട്, സംഭാരം. ഇത് പൈനാപ്പിൾ പച്ചടി, അത് സ്വീറ്റ്. ഇന്നലെ പൈനാപ്പിൾ കേസരിയാണ് നമുക്ക് ഡിന്നറിന് കിട്ടിയത്. ഇതിപ്പോ പച്ചടി, ഹലുവ സോറി. ഇതെല്ലാം പൈനാപ്പിളിന്റെ സാധനങ്ങളല്ലേ, മധുരത്തിന്റെ. അടിപൊളിയായിരുന്നു. എന്ത് ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്വേത കഴിച്ചില്ല, ശ്വേത കഴിക്കാതെ ഞാനത് കഴിച്ചു. ഭയങ്കര മത്ത പിടിച്ചു. ഞാൻ ഷുഗർ കട്ട് ആയിട്ടായിരുന്നു, എന്നിട്ട് ഞാനത് കഴിച്ചു. ഇവിടെ പിന്നെ എന്ത് കിട്ടിയാലും പോലോ അല്ലേ, നമ്മളങ്ങനെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. മധുരമാണെങ്കിൽ പിന്നെ നമ്മളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഈ വാഴയിലയിൽ നമ്മുടെ ചെട്ടിനാട് സദ്യ, എന്താ എഗ്ഗ് കുഴിപ്പണിയാരം, എഗ്ഗ് ഇട്ടിട്ടുള്ള കുഴിപ്പണിയാരം. സാധാരണ പണിയാരം അത് എഗ്ഗ് കുഴിപ്പണിയാരമാക്കി വരും. ഇവരുടെ യൂണിഫോം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവരുടെയും യൂണിഫോം, അതായത് ഇവിടുത്തെ ട്രഡീഷണൽ വസ്ത്രം, സാരി, ആണുങ്ങളാണെങ്കിലും മുണ്ടും ഷർട്ടും അത്തരത്തിലാണ് ഇവരുടെ യൂണിഫോം എല്ലാം ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണ്. ഇത് ചെട്ടിനാട് സ്റ്റൈൽ ഫിഷ് ഫ്രൈ, ഇത് എഗ്ഗ് പണിയാരം, അതായത് നമ്മൾ സാധാരണ പണിയാരം കഴിക്കും, അത് മുട്ട ഇട്ടിട്ടുള്ള പണിയാരമാണത്. ഋഷിക്ക് പപ്പടം, ഋഷിക്ക് മാത്രമുള്ള പപ്പടം ആണോ? ഇത് എന്നെ റൈസ്, ലെമൺ റൈസ്. ഓക്കെ, കുറച്ച് വൈറ്റ് റൈസ്, മട്ടൺ ചുക്ക, ചെട്ടിനാട് ചിക്കൻ കുളമ്പ്. ഓക്കെ, നിങ്ങളുടെ കുളമ്പൊക്കെ അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. ഈ ചെട്ടിനാടെന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് ഫേമസ് ഫോർ നോൺ വെജ് ഫുഡ്, അതായത് നോൺ വെജ് ആണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. രസം, തൈര്, പായസം. അടിപൊളി. രസം, തൈര്, പായസം. എന്റെ ദൈവമേ, ഇത് കുറെ ഉണ്ട് കേട്ടോ. അടിപൊളി. സ്വാദിഷ്ടമായ ചെട്ടിനാട് സദ്യ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാനുള്ള പ്ലാൻ ഒന്നുമില്ല. ഉറങ്ങരുത് കേട്ടോ ആരും. ആരും ഉറങ്ങരുതേ. ഇത് കഴിച്ച് ഞാൻ ഉറങ്ങൂല. ഋഷി ഉറങ്ങോ? ഇത് മുരൽ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷാണേ. ഇതിൻ്റെ എല്ല് പച്ച കളറിലായിരിക്കും ഇരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിഷ് കഴിക്കുന്നത്. പച്ച കളറിലെ മുള്ള് കണ്ടോ, അത്തരത്തിലാണ് ഈ മുരൽ ഫിഷ് ഇരിക്കുന്നത്. ഇവരുടെ ചെട്ടിനാടെന്ന് പറയുന്നത് ഇവർ ധാരാളം സ്പൈസസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അതായത് ഒത്തിരി സ്പൈസ് പൗഡേഴ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. മെയിനായിട്ട് നോൺ വെജ് ആണ്, പക്ഷെ എന്നിരുന്നാലും വെജും ഉണ്ട്, ഇല്ലാന്നല്ല, വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. ഇവരുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് തിരുവിതാംകൂറിലൊരു പ്രിപ്പറേഷൻ, കൊച്ചിയിൽ വേറൊരു ടൈപ്പ്, ഇടുക്കിയിൽ വേറൊരു ഫുഡ്, കണ്ണൂർ പോയി കഴിഞ്ഞാൽ വേറെ ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലും ഓരോ റീജിയനിൽ പോകുമ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം നമുക്ക് കിട്ടുന്നത്. അതിൽ ചെട്ടിനാട് ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പം നമ്മുടെ വേൾഡ് വൈഡ് ഫേമസ് ആയിട്ട് ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചെട്ടിനാട് ഫുഡ്, ചെട്ടിനാട് ക്യുസീൻ ഈസ് വേൾഡ് ഫേമസ്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം റെസ്റ്റോറൻറ്റ്സ് കിട്ടും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ലോക്കൽ തട്ടുകടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. ഇവിടെ CGHൽ നമുക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ഇവിടുത്തെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇവിടുത്തെ ആളുകൾ തന്നെ വിളമ്പി തരുന്ന ഭക്ഷണം നമുക്ക് ഇത്തരത്തിലിരുന്ന് ആംബിയൻസിലിരുന്ന് കഴിച്ച് ആസ്വദിക്കാൻ പറ്റും. തീർച്ചയായും. മട്ടൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? മട്ടൺ ഇന്നലെ കഴിച്ച പോലെ തന്നെ ഇവിടുത്തെ മട്ടൺ അടിപൊളിയാണോ? തമിഴ്നാട്ടിൽ വന്നാൽ മട്ടനാണ് കഴിക്കേണ്ടത്. ഞാൻ കഴിക്കത്തില്ല. എൻ്റെ മട്ടൺ ഇന്നലെ ഞാൻ കഴിച്ചു, പക്ഷേ ഇന്ന് എനിക്ക് വേണ്ട. ഇന്ന് എൻ്റെ മട്ടനും കൂടെ ഞാൻ അബിക്ക് കൊടുത്തു. സ്നേഹം മാത്രമാണ് വലുത്, സ്നേഹം. എനിക്ക് ഈ പരിപ്പ് ഉണ്ട് കറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ വത്തക്കുഴമ്പ് വെച്ചിട്ടുണ്ട്, അടിപൊളിയാ മാൻ. ഞങ്ങൾ എന്തായാലും ഇവിടെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ പൂളിൻ്റെ സൈഡിൽ പോയിരുന്ന് കുറേ നേരം എന്താ പറയുക, വെയിൽ കായുമായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഭക്ഷണം, പൂളിൽ ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര വെയിലല്ലേ. ഒരു 5 മണി നമുക്ക് വൈകിട്ട് പൂളിൽ ഇറങ്ങാം. അതിന് മുമ്പ് നമുക്ക് ഭക്ഷണം വൈകിട്ട് അവിടെ ഇനി പരിപാടിയുണ്ട്. ഇനി ഇവിടെ കുക്കിംഗ് ക്ലാസ് ഉണ്ട്. ചെട്ടിനാട് ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ചെട്ടിനാട് ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇന്ന് ശ്വേത എന്നെ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് ചെട്ടിനാട് ഫുഡ് ഉണ്ടാക്കിക്കും. അതാണ് നമ്മുടെ പരിപാടി. എനിക്ക് ഇവിടുത്തെ ഈ ബൊഗൻവില്ല ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കിടിലനാണ്. അതായത് ഫുൾ മൊത്തത്തിൽ പല കളറിലുള്ള ബൊഗൻവില്ലകളും പൂക്കളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാളവണ്ടി പോകണം. ഋഷിക്ക് കാളവണ്ടി പോകണ്ടേ? നമുക്ക് കാളവണ്ടി പോകാം. ഭയങ്കര ഐഡിയ. പോവാം.
പുറത്ത് ചൂടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട്. അകത്ത് ഭയങ്കര തണുപ്പാ, പ്രത്യേകിച്ച് മുറിക്കകത്ത്. ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ല, അതായത് ഇത് ഓപ്പൺ സ്പേസാണ്, പക്ഷെ ഇവിടെ ഫാൻ ഇടാതെ പോലും ഇവിടെ നമുക്ക് ആക്ച്വലി നല്ല തണുപ്പുണ്ട്. അതാണ് ഈ ചെട്ടിനാട് സ്റ്റൈൽ വീടുകളുടെ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആത്തൻകുടി ടൈലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്ക് നാളെ പോകണം. പിന്നെ ഈ കാണുന്ന ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഗ് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത പരിപാടികളാണ്. ഇവിടെ കുറേ ആൻറ്റീക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ വീടുകളും മ്യൂസിയമാണ് ഗൈസ്. ഇവിടുത്തെ ഓരോ ചെട്ടിനാട് വീടുകളും മ്യൂസിയമാണ്. കാരണം അതുപോലെ പഴഞ്ചൻ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. എന്താ ഇത് ആത്തൻകുടി ടൈല് ഉണ്ടാക്കുന്ന കാണണ്ടേ ഋഷിക്ക്? ആത്തൻകുടി ടൈല് കാണിക്കാമേ. ചെട്ടിനാട് ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ മാത്രമല്ലല്ലോ, അത് ഉണ്ടാക്കുന്നതും കൂടി കാണണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിശാലത്തിൽ തന്നെ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് കുക്കിംഗ് ക്ലാസ്, അതായത് ചെട്ടിനാട് ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. மஷ்ரூம் பெப்பர் மசாலா அடிக்க போகிறேன். கர்லி, ஆனியன், ஜிஞ்சர் கார்லிக் பேஸ்ட், கொரியண்டர், மஷ்ரூம்ஸ், சால்ட், இது பிளாக் பெப்பர், செட்டிநாடு மசாலா பொடி, மஞ்சத்தூள். இதெல்லாம் உங்களுக்கு தெரியுமா? நான் சொல்லுவேன். சொல்லுங்கள். தமிழ்லேயே சொல்கிறேன். சோம்பு, ஜீரகம், வெந்தயம், பட்டை, ஏலக்காய், கல்பாசி. அது என்னது அக்கா? அது கல்பாசி வந்து இந்த மரத்துலேருந்து வரும், ஸ்டோன் ஃப்ளவர். ஓகே. கல்பாசி. இது ஸ்டார் அனீஸ், பே லீஃப், ரெட் சில்லி, குண்டு மிளகா. ഇത് സமையலுக்கு நல்லெண்ணெய் தான் சேர்த்து சமைப்போம். ഓക്കെ. ചേച്ചി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ മഷ്റൂം പെപ്പർ മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആയിൽ ഊത്തുறேன். അവരവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഋഷിയും കൂടി ഇവിടെ അടുക്കളയിൽ മേശപ്പുറത്തിരിക്കുകയാണ്. എന്തൊരു മണം! എന്ത് മണമാടാ? നല്ല മണമാണോ? ആ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് അതിന്റെ ആ ഒരു മണം. ഓ വാ, ശരിക്കും ഉണ്ടല്ലോ. ഇവരുടെ ഈ സ്പൈസസിന്റെ ഉപയോഗവും പ്രിപ്പറേഷൻ സ്റ്റൈലുമാണ് ചെട്ടിനാട് ഫുഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ചെട്ടിനാട് ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം എരിയും പുളിയും സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെട്ടിനാട് ഫുഡ് നല്ലൊരു ഓപ്ഷനാണ്. ഡിഷ് റെഡി ആയിട്ടുണ്ട്. ചേച്ചിയുടെ ടേസ്റ്റ് പണ തറിയില്ല ആക്കാം. ടേസ്റ്റ് പാക്ക്. ഇപ്പം ചേച്ചി എല്ലാവർക്കും കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ പാത്രത്തിൽ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. ചേച്ചിയുടെ പേര് ലക്ഷ്മി എന്നാണ്. ചേച്ചിയാണ് ഇവിടുത്തെ ചെട്ടിനാട് ഷെഫ്. അതെ. ഋഷിക്ക് വേണോ? വേണ്ട അല്ലേ? യെസ്. ചേച്ചി ഉണ്ടാക്കിയ മഷ്റൂം പെപ്പർ മസാല. അതായത് മഷ്റൂമും പെപ്പറും മഷ്റൂം പെപ്പർ മസാല മാത്രമേ ഉള്ളൂ അല്ലേ? വീഴും. വേണുമാ? എങ്ങനെയുണ്ട്? എടുത്തുക്കോ. അടിപൊളിയല്ലേ? താങ്ക് യു. അങ്ങനെ ചെട്ടിനാട് ഫുഡൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചു. നമുക്കിനി ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു കാളവണ്ടിയുണ്ട്. നമുക്ക് ഈ 2 മുട്ടൻ കാളയുടെ ഈ വണ്ടിയിൽ കയറിയിട്ട് നമുക്കൊരു ചെറിയൊരു റൈഡ് പോയിട്ട് വരാം. അണ്ണ വണക്കം അണ്ണ. എന്താണ് എൻ്റെ പേര്? ആറുമുഖണ്ണൻ. ഇത് രാമൻ ലക്ഷ്മൺ. ആ ലക്ഷ്മൺ. അത് ശരി. ഇവർക്ക് എത്ര വയസ്സുണ്ട്? ഇവർക്ക് എത്ര വയസ്സുണ്ട് അണ്ണ? അടി കിട്ടും കേട്ടോ. ഇവർക്ക് എത്ര വയസ്സ് ഇருக்கு? 7 വയസ്സാച്ചാ. അറുമുഖണ്ണനൊക്കെ അണ്ണനൊക്കെ എത്ര വയസ്സ്? 75. അത് 7, അണ്ണൻ 75. പോലാമാ? ഓക്കെ ബാ. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് കയറിക്കോ ഋഷി. ഇത് നമ്മളെന്തായാലും മറിഞ്ഞു വീഴത്തൊന്നുമില്ല, അത് ഗ്യാരണ്ടിയാണ് കേട്ടോ. നമുക്ക് കയറിയിരുന്ന് നമുക്ക് പോവാം. ഇത് ഗംഭീര സെറ്റപ്പാ കേട്ടോ. അടിപൊളി. അങ്ങനെ രാമനും ലക്ഷ്മണനും അറുമുഖൻ ചേട്ടനും കൂടെ ചേർന്ന് നമ്മളെ കാളവണ്ടിയിൽ ഒരു യാത്ര കൊണ്ടുപോവുകയാണ്. അടിപൊളി അല്ലേ? ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതൊന്നും വലിയ പുത്തിരിയൊന്നുമല്ല. കാരണം ഇവിടെ ഇതൊക്കെ വളരെ കോമൺ ആണ്. അത് മാത്രമല്ല TGS-ൽ വരുന്ന ആളുകളെല്ലാവരും ഈ കാളവണ്ടി റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇല്ല, സ്റ്റിയറിംഗ് ഇല്ല, ബ്രേക്ക് ഇല്ല, ബെല്ലില്ല. എല്ലാം ഈ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കുഞ്ഞു വടിയുമാണ് ഈ വണ്ടിയുടെ എല്ലാം എന്ന് പറയുന്നത്. ഉണ്ടോ? കാല് ഇക്കിളിടും വളർത്തുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? അതിന്റെ കാലിനിടയിൽ ഒരു ഇക്കിളിടും. ഇക്കിളിടുമ്പോഴത്തേക്കും ഇച്ചിരി സ്പീഡ് കൂട്ടും. അങ്ങനെ നമുക്ക് വാല പിടിക്കുമ്പോൾ അത് വേറെ രീതിയിൽ. ദാറ്റ്സ് ഫൺ.
അങ്ങനെ നമ്മൾ ആ കാളവണ്ടിയുടെ മുകളിൽ ഒരു ട്രിപ്പ് എല്ലാം പോയി നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അയ്യാ, അടിപൊളിയായിരുന്നല്ലേ? ഇതിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വീണ്ടും കുറെ മാൻഷനൊക്കെ കണ്ടു. തൊടാൻ പറ്റില്ല, തൊടരുത്, അത് തൊടരുത് കേട്ടോ അണ്ണാ. താങ്ക്സ് അണ്ണാ. ഇതാണ് നമ്മളിപ്പോ പോയിട്ട് വന്ന കഴിഞ്ഞ പാട്ട് കണിപ്പൂവേ. നമുക്ക് നമ്മൾ പറയുന്നതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷെ എത്തിക്കും. പൂമകളെ പൂന്നിങ്ങളായി വാ. ഉമ്മയൊന്നും വേണ്ട. നല്ല മഴ വരുന്നുണ്ട്, പൂളിൽ ഇറങ്ങണമെന്നുണ്ട്. ഞാൻ മുമ്പ് ചായ പിടിക്കാന്ന് വിചാരിച്ചു. ചായ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഡിന്നർ എക്സ്പ്ലോർ ചെയ്യാൻ. മഴയത്ത് ഞങ്ങൾ ചൂടുവെള്ളത്തിൽ കിടക്കുകയാണ് ഗൈസ്. നോക്കൂ, ജക്കൂസിലാണോ? ജക്കൂസി അല്ല, നല്ല ചൂട് വെള്ളമാണ്. ചെറിയൊരു പൊടിമഴയൊക്കെ ഉണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. എന്നാ പിന്നെ അകത്തും പുറത്തും എല്ലാം വെള്ളമാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്ത്. നീ എന്ത് വേണം മുങ്ങുന്നോടാ? ഇപ്പൊ ഒരു പേടിയില്ല കേട്ടോ. പേടിയൊന്നും ഇല്ല. പപ്പ എന്തിനാ കണ്ണാടി ഊരി വെക്കുന്നേ? ഋഷി മുങ്ങോ? ഒന്ന് മുങ്ങാമോ? വേണ്ട. അങ്ങേ അറ്റത്തോട്ട് പോകുമ്പോഴത്തേക്കിന് 7 അടിയോളം ഉണ്ട്. 6.9 ഫീറ്റ് എന്തോ ഉണ്ട്. പക്ഷെ കൊള്ളാട്ടോ, നല്ല കിടിലൻ ആംബിയൻസ് അല്ലേ? നല്ല രസമുണ്ടല്ലേ? മക്കളെ, ആംബിയൻസ് നോക്കൂ, കണ്ടോ? ഇവിടുത്തെ ചെട്ടിനാട് സൗദത്തില് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. അതായത് അകത്തൊക്കെ വെള്ളമായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ശരിക്കും ഇവർ ഈ മഴവെള്ള സംഭരണി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഒരു നടുമുറ്റം പ്രവർത്തിക്കുന്നത്. ഈ മഴവെള്ളം വീഴുമ്പോഴത്തേക്കിനും ഈ വീഴുന്ന മഴവെള്ളം ഇവർ സ്റ്റോർ ചെയ്ത് ഇവിടുത്തെ കുളങ്ങളിലേക്ക് പോകുന്ന രീതിയിലൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. മഴയായിരുന്നു ഇന്ന് കംപ്ലീറ്റ്. മഴ പെയ്ത്, മഴ ഇടിയും മിന്നലൊക്കെ ഉണ്ട് കേട്ടില്ല. എനിക്ക് ആ മഴ പെയ്ത് ആ വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ വീണ് നിൽക്കുന്നുണ്ടോ? വാവ്, ഇത് കണ്ടോ? അടി, ഇത് രാജാവിനെ പോലെ ഇരിക്കാമല്ലോ ഋഷിക്ക്. അതുപോലത്തെ ബേബി ചെയർ ആണല്ലോ ഇത്. ഇപ്പോഴാണ് നല്ല അടിപൊളി ബേബി ചെയർ ഋഷിക്ക് ഇടുന്നത്. ഇടിക്കോ അയ്യ, ഇത് ആര്? അടിപൊളി. ഇത് ഭയങ്കര ഹൈറ്റ് ആണല്ലോ. ഋഷി എന്താ കഴിക്കുന്നേ? ഇടിയപ്പം വെജ് കറിയുമാണ് ഋഷിയുടെ ഫുഡ്. ഓക്കെ, ഫൈൻ. ഡിന്നർ. ഓക്കെ, ഞാൻ ഇത്തവണ വെജ് സൂപ്പാണ് വാങ്ങിച്ചത്. അത് ടൊമാറ്റോ സൂപ്പാണ്. ഇതും വേണമെങ്കിൽ ഒരു ചെട്ടിനാട് സ്റ്റൈൽ ടൊമാറ്റോ സൂപ്പ് എന്ന് വേണേൽ പറയാം, അല്ലേ ശ്വേത? ആണെന്ന് വേണേൽ പറയാം. ഇതൊരു സംതിങ് ഡിഫറെന്റ് ആണ്. അബിക്ക് സംതിങ് ഡിഫറെന്റ് അഗെയിൻ. അത് ശരിക്കും മറ്റേ മട്ടൺ സൂപ്പാണ്, മട്ടൺ കുളമ്പ് സൂപ്പ്. അത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മട്ടൺ വേണ്ടാത്തതുകൊണ്ട് ഞാൻ വെജ് സൂപ്പ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ വരും. ഇത് രണ്ടും നോൺ വെജ് തന്നെ. നോൺ വെജ് സ്റ്റാർട്ടർ ആണ്. ഇത് കറിവേപ്പില ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ആണേ. മുറൽ ഫിഷ്. ഇതെന്താ സാധനം? വാഴപ്പൂവട. ഓ, ഇത് കിട്ടുന്ന സാധനം. നമ്മൾ അന്ന് മെസ്സി പോയി കഴിച്ച സാധനം അല്ലേ? ഏത് മെസ്സിലാണ് പോയി കഴിച്ചത്? എവിടെയോ ഒരു മെസ്സി പോയി കഴിച്ചാൽ നമ്മൾ കഴിച്ചത്. ചെന്നൈയില്. യെസ് യെസ്. അതൊക്കെ ഫിഷ് വലിയ താല്പര്യം ഇല്ലാത്ത ആളല്ലേ? വേണ്ടെങ്കിൽ തന്നത്, ഞാൻ കഴിച്ചോളേ. ഈ സാധനം അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് നല്ല ചെട്ടിനാട് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചാൽ മതി. പുറത്തോട്ട് പോലും പോകണ്ട, ഇവിടെ ഇരുന്ന് ഫുഡ് അടിക്കാം. ഇവിടുത്തെ ഡിന്നറിന്റെ പരിപാടി എങ്ങനെയാണെന്നറിയോ? ഇവര് ഡിന്നറിന് എനിക്ക് തോന്നുന്നു 1200+ ടാക്സ് ആണ് വാങ്ങിക്കുന്നത്. വെജ് ആണെങ്കിൽ 1000+ ടാക്സ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. നമ്മൾ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും സെറ്റ് മെനു ആയിരിക്കും. സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് അവിടെ ലൈവായിട്ട് അവരുണ്ടാക്കുന്നുണ്ട്. അവർ ലൈവായിട്ട് ഉണ്ടാക്കിയാണ് നമുക്ക് കൊണ്ട് തരുന്നത്. അതായത് ബൊഫെ ആയിട്ടോ അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല. ലൈവായിട്ട് അവർ ചൂടോടെ ഉണ്ടാക്കി കൊണ്ട് തന്ന് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അവർക്ക് ഓരോ ദിവസം ഓരോ മെനു ആണ്. അതെ, അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. സോ നമുക്ക് അലക്കാട്ടെന്ന് ഓർഡർ ചെയ്യാൻ. നിങ്ങൾ 2-3 ദിവസം നിൽക്കുകയാണെങ്കിൽ 2-3 ദിവസം ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഫുഡ് കഴിക്കാം. ഇതാണ് നമ്മുടെ ഡിന്നർ. ഇത് ഞണ്ട് കറി, ഇത് ചിക്കൻ കറി, കോൺ തൊക്ക്, സ്വീറ്റ് കോൺ തൊക്ക് എന്ന് പറഞ്ഞാല് അതൊരു ചട്നി പോലെയാ. ഓക്കെ. ഇപ്പൊ ബേസിക്കലി ഇത് ചെട്ടിനാട് സ്റ്റൈലാണ്. ഞാൻ എന്റെ പേരില് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും. ശരി, ഓക്കെ. ഇത് കോക്കനട്ട് റൈസ്, ഊത്തപ്പം,
എന്തൂത്തപ്പം? ക്യാരറ്റ് ഊത്തപ്പം, ക്യാരറ്റ് ഊത്തപ്പം, ഒരു ഇടിയപ്പം. ഇടിയപ്പം. ഓക്കെ. വെജില് വെണ്ടയ്ക്ക കറി. വെണ്ടയ്ക്ക കറി. ഇത് എനിക്ക് തോന്നുന്നു പുളിക്കുളമാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ. ഇത് കുർമ. ഇത് അഗൈൻ വാട്ട് ആർ ദ സെയിം തിങ് വി ഹാവ് ദേർ. അടിപൊളി, കൊള്ളാം. ഋഷി ഓൾറെഡി നമ്മൾ കഴിച്ചു. ഋഷി കഴിച്ചു കഴിഞ്ഞാ? ഇഷ്ടപ്പെട്ടാ? അവിടെ മേലെ കയറി ഇരിക്കുന്നു. അവിടെ ഇരുന്നോ കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കഴിക്കട്ടെ കേട്ടോ. ക്രാബ് കുത്തരാമേ. ഈ സാധനം ഉണ്ടല്ലോ, ഇത് കഴിക്കാനാണ് പാട്. ഇതെങ്ങനെ കഴിക്കും എന്നുള്ളതാണ്. കടിച്ച് പറിച്ച് കഴിക്കേണ്ടി വരും. ആ ദോശയൊക്കെ എന്ത് സോഫ്റ്റ് അല്ലേ. ആ ചിക്കൻ ഗ്രേവി സൂപ്പർ. ഈ ചമ്മന്തി കഴിച്ചു നോക്കിയാ തോക്കോ പറയണ ഫുഡൊക്കെ അടിപൊളി കേട്ടോ. സ്വീറ്റ് കോൺ ഉപയോഗിച്ചുണ്ടാക്കിയ തക്കാളി തൊക്ക്. ഓ വൗ, അതും ദോശ അടിപൊളി കോമ്പിനേഷനാണ്. ഫുഡ് ഈസ് ജസ്റ്റ് യമ്മി. ഒന്നും പറയാനില്ല. എന്താ ഋഷി? ക്രാബ് തരാമേ. നിങ്ങൾക്ക് ചോദിക്കണം എന്ന് പറഞ്ഞേ. ക്രാബ് യാര് സെഞ്ചാങ്ങன்னு കേക്കുറാ. ക്രാബ് ഇഷ്ടപ്പെട്ടോ? നല്ലതെന്ന് പറ. സൂപ്പറാ ഇരുന്നതാ. Crab was very good. I mean, everything was good. Crab was actually really good. I liked it. He liked it. We all liked it. Yeah. എന്താ മുത്തേ? எனக்கு நான் வெஜ் தான். Crab. வெஜ் நல்லா இருந்தது எல்லாமே. Crab എങ്ങനെ ഉണ്ടാക്കിയെന്ന് കൂടെ അറിയണം. நேத்து சாப்பிட்டதும் இன்னைக்கு சாப்பிட்டதும் மத்தியானம் சாப்பிட்டதும் சூப்பரா இருந்தது. Thank you. அப்ப crab I know that. I've seen many people. കുറേ പേരുണ്ട് ഇവരിവിടെ. നമുക്ക് പിന്നെ കാണാം. Thank you. We'll see tomorrow. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കെ, ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരാം. ഞങ്ങൾ റൂമിൽ പോവാം. അവര് ക്രാബ് എങ്ങനെ ഉണ്ടാക്കിയതും കൂടെ അറിയണം. ഓക്കെ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ. എന്തായാലും ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം ഫുഡ് കഴിക്കാതിരുന്ന വെറുതെ ആയി ഇപ്പൊ ഇവിടെ വന്നിട്ട് അല്ലേ. എന്തൊക്കെയായിരുന്നടാ ഇത് കോളിംഗ് ബെല്ലായിരുന്നു ചിരിച്ചു ഫ്ലാറ്റ് വെക്കണം. ഇവിടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇമാതിരി ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കഴിക്കാണ്ടിരിക്കും, അതാണ് പ്രശ്നം. ഇതിന്റെ ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. ശരിക്കും നല്ല രസമുണ്ട്. നമ്മൾ ആക്ച്വലി പുറത്തൊന്നും വേറൊരു സ്ഥലത്തും പോയി കഴിച്ചില്ല എന്നുണ്ടെങ്കിലും വി ഗോട്ട് എ ട്രൂലി റിയൽ ചെട്ടിനാട് എക്സ്പീരിയൻസ് ഫ്രം ഹിയർ. തീർച്ചയായും വിശാലം. ഞാൻ പണ്ട് സൈർബാഡിലൂടെ ഞാൻ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അന്ന് വിചാരിച്ചാണ് ഫാമിലി ആയിട്ട് പറഞ്ഞെന്നുള്ളത്. എന്തായാലും നാളെ ഇവിടെ നമുക്ക് ചെട്ടിനാടിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ചെട്ടിനാട് സൗധങ്ങളുണ്ട്, പിന്നെ എന്താ പറയാ നല്ല അടിപൊളി ആത്തൻകുടി ടൈൽസ് ഒക്കെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. പിന്നെ വേറെ കുറച്ച് കിഡിലൻ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം നാളെ. അപ്പോ സ്റ്റേ ട്യൂൺ ഗൈസ്. സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ പറഞ്ഞില്ലേ? ബൈ.